ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചു. അപ്പം എന്ത് കളക്ഷൻസ് ആണെന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ കാണിക്കാം. ആൻഡ് ഞാനങ്ങനെ കളക്ഷൻസ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് കുറേ ആയിട്ട് കുറേ ഇത് കിട്ടിയപ്പം എനിക്കത് കളക്ട് ചെയ്ത് അങ്ങനെ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാതെ എനിക്കൊന്ന് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ ഗേൾസ്, അപ്പോൾ ഇങ്ങനെ നിരക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ എല്ലാം ചെറിയ ഡോട്ട്സ് ആയിട്ട് കുരു വരുന്നുണ്ട് ഗേൾസ്. ഓക്കെ, അപ്പം എൻ്റെ കളക്ഷൻസ് ഞാൻ ഇതിനകത്തിൽ എന്തോ ഒരു കവർ ഇതെവിടെ നിന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തോ മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കവറിനകത്തിലാണ് എൻ്റെ അത്ര കളക്ഷൻസ് ഇല്ല, എന്നാലും ഞാൻ കുറച്ച് കളക്ഷൻസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗായ്സ്, ഇത് കീ ചെയിൻസ് ആണ് ഗായ്സ്. ഇഷ്ടം പോലെ കീ ചെയിൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അതെല്ലാം നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കീ ചെയിൻ ഇതാണ് ഗായ്സ്. ഇത് ബോട്ടിൽസിനകത്തിൽ ഇങ്ങനെ വെച്ച് ഞങ്ങളുടെ സ്കൂളിലൊരു ബുക്സും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തോ 30 റുപ്പീസ് കിട്ടിയതാണ്. എനിക്ക് നമ്മുടെ അഫോർഡബിൾ റേറ്റിന് എനിക്ക് കിട്ടിയതാണ്. 30 റുപ്പീസാണ് ഇതിന് വന്നിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കീ ചെയിനാണ് ഗായ്സ്. ഇത് ഈ ഒരു കീ ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കീ ചെയിനാണ്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു കീ ചെയിൻ ഒരു ഹലോ കിറ്റി, ഇങ്ങനെ ലൈറ്റ് കളർ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ ഒരു ഹലോ കിറ്റിയുടെ ഒരു ഒരു കീ ചെയിനാണിത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇനി 7th അപ്പം ഞാൻ ഈ 6th എക്സാം ലാസ്റ്റ് ആയപ്പം ഞങ്ങളുടെ 9th ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അലീന എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ഗിഫ്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ ഹലോ കിറ്റിയുടെ ഒരു കീ ചെയിൻ. ഓക്കെ അപ്പം നെക്സ്റ്റ് കീ ചെയിൻ ഇതൊരു സ്പെഷ്യൽ ആൻഡ് ഇച്ചിരി വെയിറ്റ് കൂടുതലുള്ള കീ ചെയിനാണ്. ഇതിങ്ങനെ കറക്കാനൊക്കെ പറ്റും ഗൈസ്. ഇതെവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ ഖത്തറിൽ നിന്ന് എനിക്ക് കൊണ്ടു തന്നതാണ് ഈ ഒരു കീ ചെയിൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് അഫോർഡബിൾ റേറ്റ് ആണെന്നാണ് സംഭവം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കീ ചെയിനാണിത്. ഓക്കെ, നെക്സ്റ്റ് അപ്പം ഇതും ആ ചേച്ചി എനിക്ക് തന്നതാണ്. ഹലോ കിറ്റിയുടെ കൂട്ടത്തിൽ ഇതുകൂടെ ഈ ഫുട്ബോളിൻ്റെ പർപ്പിൾ കളറിൽ ഒരു ഫുട്ബോളിൻ്റെ എനിക്ക് ആ ചേച്ചി ഒന്നുകൂടെ തന്നതാണ്. പിന്നെ ഇതൊരു ഓമിൻ്റെ കീ ചെയിനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂകാംബികയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയപ്പം ഞാൻ മേടിച്ച ഒരു കീ ചെയിനാണിത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വർഷം മൊത്തം യൂസ് ചെയ്തൊരു കീ ചെയിനാണ്. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ ഗസ്, അതിൻ്റെ ഈ സൂര്യൻ്റെ പോലത്തെ ഇത് പൊട്ടിപ്പോയി. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കീ ചെയിനായിരുന്നു. പക്ഷേ ഞാൻ 1 year യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അതിന് ഡാമേജ് വന്നത്. അത് ഞാൻ മാറ്റി വെച്ചു. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇത് ഉഡായിപ്പ് കീ ചെയിനാണ് ഗൈസ്. ബിക്കോസ് നമുക്കിപ്പം ഇതുപോലെ പേനയുണ്ടല്ലോ, പെൻസിലാണെന്ന് തോന്നുന്നു, പെൻസിലിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനമായിരുന്നു ഇത്. അപ്പം ഇത് ഞാൻ അഴിച്ചു മാറ്റി. ഇവിടെ അതിൻ്റെ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹോള് കണ്ടില്ലേ, ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മറ്റേ ഇൻഹെയിലറില്ലേ, ഇൻഹെയിലറിൻ്റെ സാധനം ഊരിയെടുത്ത് അതിനകത്തിൽ കൂടെ കയറ്റി ഞാനൊരു കീ ചെയിനാക്കി എടുത്തതാണ് ഗൈസ് ആ ഒരു കീ ചെയിൻ. ഓക്കെ, കൊള്ളാമല്ലോ, മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇതൊരു ബോട്ടിൽ. ഇതെനിക്ക് അമ്മ എവിടെ നിന്നോ മേടിച്ചു തന്നൊരു കീ ചെയിനാണ്. എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഇത് ലവിൻ്റെ ഒരു കീ ചെയിനാണ്. ഇത് ഞാൻ പണ്ട് മേടിച്ചതാണ്. അല്ല, പണ്ടൊന്നുമല്ല, എൻ്റെ 4th പഠിക്കുമ്പോൾ ഞാൻ മേടിച്ചൊരു കീ ചെയിനാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കീ ചെയിനാണ്. എവിടെ നിന്നാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, എവിടെ നിന്ന് അച്ഛനും അമ്മയും കൂടെ എനിക്ക് മേടിച്ചു തന്നെ. പിന്നെ ഇതൊരു ഗുരുവായൂരപ്പൻ്റെ കീ ചെയിനാണ്. ഇത് എന്തോത്തിൻ്റെ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു സാധനമായിരുന്നു. പക്ഷേ ഞാൻ അതവിടെ കിടക്കുന്നുണ്ട്, അപ്പോൾ ഒരു കീ ചെയിനാക്കി മാറ്റി ഗൈസ്. അപ്പം എനിക്ക് ഒരു കീ ചെയിനും കൂടി ഉണ്ട്, കുറേ ലവിൻ്റെ. അപ്പം അത് ഞാൻ എവിടെയോ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, അടുത്ത വീട്ടിൽ കാണിക്കാം. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ട ഒരു സാധനമാണ് ഗൈസ്. ഇത് ഒരു സ്റ്റാറിൻ്റെ സ്റ്റോൺ സ്റ്റിക്കറാണിത്. നല്ല രസമാണിത്, കണ്ടോ? ഇത് പക്ഷേ ഇതിനകത്തുള്ളൊരു സുമാറില്ല കാണാൻ, നല്ല തിളങ്ങുന്ന രീതിയിലൊരു സ്റ്റിക്കറാണിത്. ഓക്കെ ഗായ്സ്, അപ്പം എൻ്റെ കളക്ഷൻ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, ടാറ്റാ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.